പാലക്കാട്ടെയും ചേലക്കരയിൽ സ്ഥാനാർത്ഥികൾ മുഖാമുഖം എടുത്തുകൊണ്ട് വരികയാണ് രാഹുലിനെ. കോൺഗ്രസ് ഇത്തവണ 2 യുവ നേതാക്കളെയാണ് മത്സരിപ്പിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ അതെ 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 പാലക്കാട് ചേലക്കരയും ഒരേ ജീപ്പിന്റെ മുകളിൽ. സായികുമാർ 2 സ്ഥാനാർത്ഥി ഒരു ഫ്രെയിമിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. രമ്യയ്ക്ക് വേണ്ടി പ്രചാരണം നയിക്കാൻ കൂടി രാഹുൽ എത്തുന്നു. രമ്യ ഹരിദാസിന്റെ ചിത്രം ഉയർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇനിയിപ്പോ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ രമ്യയ്ക്ക് തിരിച്ചും പ്രചാരണത്തിൽ വരാം. അല്ലേ വിളിച്ചത്? സായികുമാർ കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അല്ലമീൻ കേൾക്കുന്നുണ്ടോ? സായികുമാർ സെൽഫി എടുക്കുന്നു. രമ്യ ഹരിദാസ് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പോലും അറിയാതെ മുന്നോട്ട് പോലും നീങ്ങാൻ കഴിയാതെ ഈ ആൾക്കൂട്ടത്തിനിടയിൽ പെട്ടുപോയതാണ് വലിയ ആൾക്കൂട്ടം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആൾക്കൂട്ടത്തിനിടെ സെൽഫി എടുക്കുകയാണ്. രമ്യ ഹരിദാസ് കൂടിയുണ്ട്. അപ്പോൾ രാഹുൽ എത്തിയതോടുകൂടി UDF പ്രവർത്തകരുടെ ആവേശം ഇരട്ടിച്ചു. അവർക്ക് ഒരേ സമയം 2 സ്ഥാനാർത്ഥികളെ ഒരേ സമയം കാണാൻ കഴിഞ്ഞു. പാലക്കാട് വിജയം തുടരുമെന്നും ചേലക്കരയിലെ ഇടതുകോട്ട ഇത്തവണ പൊളിക്കുമെന്നും പിണറായി വിജയൻ സർക്കാരിന്റെ കൗണ്ട് ഡൗൺ ചേലക്കരയിൽ നിന്ന് തുടങ്ങും എന്ന് രാഹുൽ പറഞ്ഞപ്പോൾ സ്വീകരിച്ചത് UDF ഇതുവരെ നടത്തിയ ചിട്ടയായ പ്രവർത്തനത്തിൽ അവർ നേടിയെടുത്ത ആത്മവിശ്വാസത്തിന്റെ കൃത്യമായ പ്രതീകമാണ് സുജ ഇന്നിവിടെ ഒഴുകിയെത്തിയിട്ടുള്ള വലിയ ആൾക്കൂട്ടം. ഒരുപക്ഷെ ചേലക്കരയിലെ വോട്ടർമാർ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കൊട്ടിക്കലാശത്തിനാണ് ചേലക്കര നഗരം ഇതിപ്പോൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുക. ഇതുവരെ ഒരു ചടങ്ങ് പോലെ നടന്നിരുന്ന കൊട്ടിക്കലാശം ഇത്തവണയാണ് ഒരു തീപാറും പോരാട്ടത്തിന്റെ എല്ലാ സൗന്ദര്യവും നമുക്ക് ഈ കൊട്ടിക്കലാശ ദിവസത്തിൽ ചേലക്കരയിലെ ഈ ബസ് സ്റ്റാൻഡിൽ നമുക്ക് കാണാൻ കഴിയും. വലിയ ആൾക്കൂട്ടം. UDFന്റെ കരുത്ത്, UDFന്റെ ബേസ് ഈ മണ്ഡലത്തിൽ എത്രയുണ്ട് എന്ന് കൃത്യമായി നമുക്ക് കാണിച്ചു തരുന്നതാണ് ഇപ്പോൾ ഇവിടെ ഒഴുകിയെത്തിയിട്ടുള്ള ആൾക്കൂട്ടം. വലിയ ആൾക്കൂട്ടമാണ്. അതിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ട്, കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട്. ഇപ്പോൾ KPCC അധ്യക്ഷൻ K സുധാകരൻ, VT ബൽറാം, M ലിജു, TN പ്രതാപൻ, VK ശ്രീകണ്ഠൻ തുടങ്ങി വലിയൊരു നേതൃനിര തന്നെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി 1 മാസത്തിലധികമായി ഇവിടെ ഒരു വലിയ ഓഡിറ്റോറിയം തന്നെ എടുത്ത് UDF നടത്തിയിട്ടുള്ള ചിട്ടയായ പ്രവർത്തനം ഒരു കേഡർ പാർട്ടിയുടെ സ്വഭാവത്തിൽ. രാവിലെ കൊടിക്കുന്നിൽ ശ്രീഷ്ഠനോട് നമ്മൾ ചോദിച്ചു, ഒരു കേഡർ പാർട്ടിയുടെ സ്വഭാവത്തിലാണല്ലോ പ്രവർത്തിച്ചത്. അത് പ്രതിപക്ഷ LDF ക്യാമ്പിലേക്ക് കൂടി പോകാം. രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി എത്തിയിരിക്കുന്നു. രമ്യയ്ക്കൊപ്പം അപ്പുറത്ത് UR പ്രദീപും K രാധാകൃഷ്ണനും നിലയുറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ഡബിൾ ബൊനാൻസയാണ് 2 ക്യാമ്പുകളിൽ. നമുക്ക് ചേലക്കരയിൽ അപ്പുറത്ത്, അതായത് ഈ 2 കാഴ്ചകളും അടുത്തടുത്താണോ, ഒരേ സ്ഥലത്താണോ സംഗമിച്ചിരിക്കുന്നത്? സായികുമാർ, വളരെ അടുത്താണ് സുജ. ഒരു സ്റ്റാൻഡിന്റെ 2 വശങ്ങൾ, അതിലൊരു കെട്ടിടത്തിന്റെ മറ മാത്രമേ ഉള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തുമാണ് LDFനും UDFനും അതോടൊപ്പം BJPക്കും സ്ഥലം നൽകിയിരിക്കുന്നത്. സ്ഥലപരിമിതി മൂലം വീർപ്പ് കൂട്ടുന്ന ചേലക്കരയിൽ ആ ചേലക്കരയ്ക്ക് താങ്ങാൻ കഴിയാത്തത്രയും വലിയ മനുഷ്യ സാഗരം UDF പ്രവർത്തകരുടെയും BJP പ്രവർത്തകരുടെയും ഒക്കെ ഇവിടെ UDFന്റെയും LDFന്റെയും NDAയുടെയും ദൃശ്യങ്ങളിൽ കാണാം. അഷ്കർ അലി, നമ്മുടെ അല്ലമീൻ രാഹുലിന്റെ പ്രതികരണത്തിൽ ശ്രമിക്കുന്നുണ്ട്. സുജ, ഓക്കെ, അല്ലമീനെ നമ്മൾ